പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ്സൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും ഗുരുവായൂർ സ്ഥിരമായിട്ട് പോകുന്ന എത്ര പേര് എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ട്? താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. സ്ഥിരമായിട്ട് പോകുന്നില്ലെങ്കിലും ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഗുരുവായൂർ പോകുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾ എന്തിനാണ് ഗുരുവായൂർ പോകുന്നത് എന്നുള്ള കാര്യം. എൻ്റെ അറിവിൽ ഗുരുവായൂർ ഇത്രയും പ്രസക്തമായ ഒരു സ്ഥലം എന്തിനാണ് പ്രസക്തി? ഗുരുവായൂരപ്പൻ അല്ലേ? അവിടെ റൂം എടുത്ത് താമസിക്കാൻ വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്തായിരിക്കും ആളുകൾ റൂം എടുത്ത് താമസിക്കുന്നത്. എന്തിനാണ് റൂം എടുത്ത് താമസിക്കുന്നത്? രാത്രിയിൽ 12 മണിക്കോ 11 മണിക്കോ ഒക്കെ വന്ന് റൂം എടുത്തിട്ട് വെളുപ്പിനെ 2 മണിക്കും 3 മണിക്കും ഒക്കെ കുളിച്ചൊരുങ്ങി നിർമാല്യം തൊഴാൻ പോകാൻ. സത്യം പറഞ്ഞാൽ അവിടെ റൂം എടുക്കുന്നത് നമുക്ക് റൂമിൽ കിടന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ റൂമിലിരുന്ന് ചെസ്സ് കളിക്കാനോ ഒന്നുമല്ല, കണ്ണനെ കാണാൻ അല്ലേ? ഗുരുവായൂർ അമ്പലത്തിനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ഗുരുവായൂർ എന്ന സ്ഥലത്തെ തന്നെ ഒരു സ്ത്രീ വളരെ മോശമായിട്ട് നാണം കെടുത്തുന്ന രീതിയിൽ ഒരു കാര്യം പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്കത് നിങ്ങളെ കാണിക്കണം, കുറച്ച് വർത്താനം പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. ഓക്കെ, അതുകൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം, കൂടുതൽ അങ്ങോട്ട് വലിച്ചു നീട്ടാൻ ഞാൻ നിൽക്കുന്നില്ല. ഈ ഹോട്ടലുകളുടെ പ്രൊമോഷൻ നമ്മൾ കാണാറുണ്ട്, പ്രത്യേകിച്ച് ഈ കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമുകൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഒരുപാട് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ കുറ്റം പറയുന്നില്ല. കച്ചവടം വേണമല്ലോ. ഏതൊരു സ്ഥാപനമാണെങ്കിലും, അതിപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കച്ചവടം വേണം, അതിന് ഓൺലൈൻ പ്രൊമോഷൻസ് ഇന്ന് അത്യാവശ്യമാണ്, മനസ്സിലാക്കാം. പക്ഷെ ഒരു ലിമിറ്റുണ്ട് എല്ലാത്തിനും, ഇല്ലേ? ഇപ്പം നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു, ഒരു കണ്ടന്റ് തന്നെ സ്ഥിരം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പറയാറുണ്ട്, പല ആളുകളും പല സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ലിമിറ്റുണ്ട് മതി എന്ന്, ഇല്ലേ? പറയാറുണ്ട്. നമ്മുടെ നാവ് ഒന്ന് സൂക്ഷിക്കണമെന്ന്, നമ്മുടെ ക്വാളിറ്റി ഒന്ന് കീപ്പ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ പറയുന്നതിൽ കൂടുതലും ഞാനിപ്പോൾ കേൾക്കാറുണ്ട് കേട്ടോ. എൻ്റെ ആ ഒരു പരിധിയിൽ കൂടുതലുള്ള ഹാർഷായിട്ടുള്ള ആ ഒരു ചില ടോപ്പിക്കിനെ കാണുന്ന രീതി ഞാനങ്ങ് മാറ്റി, ഇല്ലേ? നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും കുറച്ച് ക്വാളിറ്റി പിടിക്കാൻ തുടങ്ങി. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുകയും വേണം, അതുപോലെ തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നും നമ്മുടെ ക്വാളിറ്റി കുറച്ചും കൂടെ മേപ്പോട്ട് കൊണ്ടുവരണം. അങ്ങനെ തോന്നിയിട്ടാണ് പല കണ്ടന്റുകളും ഒന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങിയിരുന്ന് സംസാരിക്കുന്നത്. ഇപ്പം ഈ വിഷയത്തിൽ പോലും നല്ല തെറി പറയേണ്ട പരിപാടിയൊക്കെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ കറക്റ്റായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. പറഞ്ഞു വന്നത് കപ്പിൾ ഫ്രണ്ട്ലി റൂമിൻ്റെ പ്രൊമോഷൻ ആയിക്കോ, അതിനകത്തൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ തെമ്മാടിത്തരം വിളിച്ചു പറയരുത്. പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ള വളരെ പ്രസക്തമായ ഒരു സ്ഥലത്ത്, നമ്മുടെ ഗുരുവായൂരപ്പൻ കുടികൊള്ളുന്ന ഒരു സ്ഥലം, അവിടെ ഒക്കെ പ്രൊമോഷൻ ഓരോ റൂമിൻ്റെയൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഇമ്മാതിരി തെമ്മാടിത്തരം വിളിച്ചു പറയുന്ന നിൻ്റെ മുഖം നാട്ടുകാരെ കാണിക്കണമെന്നുണ്ട്, നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. പക്ഷെ കാണിക്കാത്തത് പേടിച്ചിട്ടല്ല, പറഞ്ഞ് അല്ലെങ്കിൽ നിന്നെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കുറേ പോലീസ് കേസ് വരുന്നത് പോട്ടെ, കുറേ ഫെമിനിസ്റ്റുകൾ ഇറങ്ങും. വയ്യ അതുകൊണ്ട് മാത്രമാണ് കിടന്ന് വൈകിട്ടലയ്ക്കാൻ വയ്യ. അതുങ്ങളോട് അലച്ചിട്ടും കാര്യമില്ല. എന്തുകൊണ്ടാ? മുൻതൂക്കം ഉണ്ടല്ലോ, മുൻതൂക്കം. എന്തും വിളിച്ചു പറയാലോ, എന്തും കാണിക്കാമല്ലോ, അല്ലേ? നിങ്ങളിതൊന്ന് കേട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇത് നിങ്ങളൊന്ന് കേൾക്കണം. പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ്സൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപ. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം, 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ കൊണ്ട് കളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഫുൾ ഡേക്ക് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. ഇവിടെ റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. TV, വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. ചേച്ചി, എനിക്ക് കളി കുറച്ച് കൂടുതലാ ചേച്ചി. എനിക്ക് ഒരു ദിവസമൊന്നും പോരാ, എനിക്കൊരു 2-3 ദിവസം വേണം. ഈ റേറ്റിന്, ഈ പറഞ്ഞ റേറ്റിനൊന്ന് ഓഫർ ഇട്ട് തരാൻ പറ്റുമോ? അല്ല, എന്താ ഈ പറയുന്നത്? നിങ്ങളൊന്ന് ഡബിൾ മീനിങ് ആണ്, മനസ്സിലാക്കുന്നു. ആയിക്കോ, നിങ്ങൾ കൊച്ചിയിലെ ഒരു റൂമിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത് പറഞ്ഞാൽ ഞാനൊന്നും പറയാൻ വരുന്നില്ല. ആവട്ടെ, തിരുവനന്തപുരം എന്ന് പറഞ്ഞാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് മോർ ലാർജർ, അല്ലേ? ഒരുപാടുണ്ട്. പക്ഷേ ഗുരുവായൂർ എന്ന് പറയുമ്പോഴത്തേക്ക്
നമുക്കറിയാവുന്നത് തൃശ്ശൂരിലെ ഒരു സ്ഥലമാണ് ഗുരുവായൂർ. പക്ഷേ ഗുരുവായൂർ ഈസ് ഫേമസ് ഫോർ ഗുരുവായൂരപ്പൻ. എൻ്റെ അറിവിൽ ഗുരുവായൂർ ഭൂരിഭാഗം ആളുകളും വന്ന് റൂം എടുക്കുന്നത് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലേ? അതല്ലാതെ പോയി ആളുകൾ ഇപ്പോൾ എറണാകുളത്തൊക്കെ പല കാര്യങ്ങൾക്ക് ആൾക്കാർ വന്നു പോകും, പല കാര്യത്തിന്. പക്ഷെ ഗുരുവായൂർ ഭൂരിഭാഗം ആളുകളും പുറത്തു നിന്നൊക്കെ കപ്പിൾസ് ആണെങ്കിലും ശരി, പ്രണയ ജോഡികളായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഹൂ എവർ ഇറ്റ് ഈസ്, വന്ന് റൂം എടുക്കുന്നത് ഗുരുവായൂരപ്പനെ കാണാനാണ്. റൂമിലധികം ഇരുന്ന് സമയം നിങ്ങൾ ആരെങ്കിലും ഗുരുവായൂർ പോകുമ്പം റൂമിലധികം ഇരിക്കാറുണ്ടോ? ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ ഉള്ളത് പറയാലോ, ഈ കുറച്ച് കാലമായിട്ടൊരു 3 മാസം 4 മാസം കൂടുമ്പോൾ ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന ഒരാളാണ്. നമ്മൾ പോയി റൂം എടുത്താലും റൂമിലൊന്നും ഇരിക്കാറില്ലടേ. രാത്രി ഒരു 8-9 മണി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വന്ന് കിടന്നൊന്ന് ഉറങ്ങും. ചിലപ്പോൾ അതും കഴിയും, ചിലപ്പോൾ 10 മണിയാവും. വന്ന് കിടന്നുറങ്ങും. ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് രാവിലെ എണീക്കും, നേരെ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകും. മനസ്സിലായോ? അത് കഴിഞ്ഞ് പിന്നെയും അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ നിന്ന് കഴിഞ്ഞ് തിരിച്ചു വന്ന് ചിലപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങും, വണ്ടി എടുക്കും, വിടും. ഇതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഇരുന്ന് ചെസ്സ് കളിക്കാനൊന്നും ആരും വരാറില്ല. പ്രത്യേകിച്ച് 2 മണിക്കൂറത്തേക്ക് അവിടെ ഇരുന്ന് ചെസ്സ് കളിക്കാനും 6 മണിക്കൂറത്തേക്ക് ഉദ്ദേശിച്ച് പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ അത് അങ്ങോട്ട് വെച്ച് കളിക്കുന്നത് അത് തെമ്മാടിത്തരമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കപ്പിൾസിന് റൂം വേണമെങ്കിൽ അവർ തപ്പി കണ്ടുപിടിച്ച് അവരുടെ സോക്കേട് അവർ തീർത്തോളും. മനസ്സിലായോ? അതിന് ഇങ്ങനത്തെ പ്രൊമോഷൻസ്, കപ്പിൾസിന് റൂം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാം, ഓക്കെ, അത് അറിഞ്ഞിട്ട് പോകുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് കച്ചവടം കിട്ടുന്ന ഹോട്ടലുകാരും കാണും, ആയിക്കോ. പക്ഷെ ഈ ഡബിൾ മീനിങ്, ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഒരു തേർഡ് റേറ്റ് പരിപാടി, ഇത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന വീഡിയോ അല്ലേ? കപ്പിൾസ് ഫാമിലി കാണുന്നില്ലേ? നിങ്ങൾ അത്രയൊന്നും ആലോചിച്ചാൽ മതി. ഫാമിലി കാണുന്നില്ലേ? ഇപ്പോൾ ഒരു പെൺകുട്ടി ആൺകുട്ടി സുഹൃത്തുക്കളാണ്, അവർക്ക് എങ്ങോട്ടില്ല. ഇത് അഫക്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ്. അവരിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഫ്രണ്ട്സ് ഒന്നിച്ചൊരു എക്സാമിന് വല്ലതും പോകുമ്പോൾ ഇതുപോലൊരു കപ്പിൾ ഫ്രണ്ട്ലി ഒരു റൂം, നിങ്ങളുടെ ഈ പ്രൊമോഷനൊക്കെ കണ്ടിട്ട് കപ്പിൾ ഫ്രണ്ട്ലി ഒരു റൂം ഉണ്ട്, അവിടെ പോയി റൂം എടുക്കാൻ വേറൊരു ഉദ്ദേശവും കാണത്തില്ല. അവർ മാന്യമായിട്ട് അവിടെ പോയി റൂം എടുത്ത് നിന്ന് ഒരു പരീക്ഷ വല്ലതും എഴുതി തിരിച്ചു വരുന്ന ആൺ പെൺ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ നിൽക്കുന്നവർക്ക് പോലും അവരുടെ പാരൻസ് നോക്കുമ്പം 2 മണിക്കൂറത്തേക്കും 6 മണിക്കൂറത്തേക്കും കപ്പിൾ ഫ്രണ്ട്ലി, അവിടെ പരിപാടി വേറെ, കളി എന്നൊരു സാധനം ആ പാരൻസിൻ്റെ ഉള്ളിൽ വരും. മക്കളോടുള്ള വിശ്വാസം പോകും, ഇല്ലേ? ആ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടും ഇതുപോലുള്ള വൃത്തികെട്ട വർത്താനം അല്ലെങ്കിൽ ഡബിൾ മീനിങ് പറഞ്ഞുകൊണ്ടുള്ള പ്രൊമോഷൻ വീഡിയോകൾ, ഇല്ലേ? ഇത് ഒരു വീഡിയോയിലൊന്നും തീരുന്നില്ല. അത് അടുത്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ റൂം എടുക്കാനുള്ള മൂടാണ്. ഇന്ന് ഇവിടെ റൂം എടുത്ത് താമസിച്ചിട്ട് പോയാൽ മതി. ഇന്ത്യയിലുള്ള പൈസ ഇല്ല. ഇനി 6 മണിക്കൂർ ട്രാവൽ ചെയ്താൽ പോരെ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി. ഒളിച്ചോട്ടാണെങ്കിൽ കുറച്ച് മാന്യതൊക്കെ വേണ്ടി രാവിലെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. എനിക്കൊന്ന് ഉറങ്ങണം. ആകെ കുറച്ച് പൈസ ഉള്ളൂ, അവിടെ എത്തുള്ള പൈസ ഉള്ളൂന്ന്. നീ എന്താ വെച്ചാ ചെയ്തു? എനിക്കൊന്ന് പോത്ത് പോലെ ഉറങ്ങിയാൽ എനിക്ക് സമാധാനം ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് സമാധാനം തരൂലേ? അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ബാ, അങ്ങനെയാണ് ഞാൻ അൺമാരിഡ് കപ്പിൾസിനും ഫ്രണ്ട്സിനും ഫാമിലിക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം ഞാൻ കണ്ടുപിടിച്ചത്. അത് മാത്രമല്ല നല്ല അഫോർഡബിൾ പ്രൈസും ആണ്. നമുക്ക് നല്ല പ്രൈവസി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ സിറ്റിക്ക് നടക്കാണ്ട് തന്നെ എടപ്പള്ളിയിലോട്ടാണെങ്കിലും കാക്കനാടിലോട്ടാണെങ്കിലും വൈറ്റിലയിലോട്ടാണെങ്കിലും എല്ലായിടത്തോട്ടും ഈസി ആക്സസബിൾ ആണ്. പിന്നെ ഇവിടെ 3 hours-ന് 649-ഉം 6 hours-ന് 949-നും 1299 ആണ് പ്രൈസ്. ഓടി പോകുന്നവരും കഷ്ടപ്പെടണ്ട കേട്ടോ. നിങ്ങൾക്കും കല്യാണം കഴിക്കാനായിട്ട് നാളെ ആയിരിക്കും ചിലപ്പോൾ കല്യാണം, ഇന്ന് രാത്രിയിൽ ഇറങ്ങി അങ്ങ് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടണ്ട. അൺമാരീഡ് കപ്പിൾസിന് റൂമുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്? അതെനിക്ക് മനസ്സിലാവാത്ത. ഇത് അത്യാവശ്യം ഈ ഓയോ booking.com ഇതുപോലുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. പിടികിട്ടിയോ? ഇതുപോലുള്ള ആപ്പുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അൺമാരീഡ് കപ്പിൾസ് അലൗഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. മനസ്സിലായോ? സോ അതുവഴി തന്നെ ആളുകൾ പണ്ട് ഈ ഒളിച്ചും പാത്തും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഇന്നങ്ങ് പരത്തുക. പ്രൊമോഷൻ്റെ പേരും പറഞ്ഞ് അങ്ങ് പരത്തുന്നു. പരത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. ജെൻസി പുതുതലമുറ ആയിക്കോ. പക്ഷെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. വീട്ടുകാർക്ക്, നിൻ്റെയൊക്കെ വീട്ടുകാർക്കുണ്ടല്ലോ നാണക്കേടായി മാറും. ഇപ്പം ഈ വീഡിയോ എടുക്കാൻ പോകുന്നവർ, ഞാൻ ഒന്നും പറയുന്നില്ല അവരെ പറ്റി. വീട്ടിലാരും ഇല്ലേന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഞങ്ങളുടെ വീട്ടുകാർക്ക് ഞങ്ങളെ വിശ്വാസം അതായിരിക്കും പറയുന്നത്. ആയിക്കോ, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളെ വിശ്വാസം കാണും. നിങ്ങൾ തെറ്റായിട്ട് പോകുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രൊമോഷന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളിത് ചെയ്യുന്നത്. പക്ഷേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴത്തേക്ക് പിടികിട്ടിയോ? അതെങ്ങനെയൊക്കെ ആയിരിക്കും ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്? കുട്ടികളെ അവരുടെ പാരൻസ് എങ്ങനെ നോക്കും? പാരൻസിനെ കുട്ടികൾ ഇത് തിരിച്ചെങ്ങനെ നോക്കും? ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറും. ഉറപ്പായിട്ടും. ഇപ്പോൾ
നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന പ്രശ്നം നാളെ രാവിലെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ അതിൻ്റെ ഭാഗമായിട്ട് ഇടുന്നുണ്ട്. പറ്റുമെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് അല്ലാതെ അതും കൂടെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കുറേ പേര് അതൊന്നും നോക്കുന്നേ ഇല്ല. ഒന്ന് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. ഒന്ന് കേൾക്കാനിരിക്കുക. നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കുക. അതും കൂടെയൊക്കെ ഒന്ന് കാണും. ഇപ്പോൾ CJP ഞാനത് പറഞ്ഞു വന്നത് പോയിന്റ് ഇതാണ്. അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. ജെൻസിയാണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല കാര്യം. 6 മാസം മുമ്പേ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ജെൻസി കലാപം ഉണ്ടാവുമെന്ന്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അത്? ഇതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ. ഇതിൻ്റെയൊക്കെ വേറൊരു വേർഷനാണ് ഈ ജെൻസി കാണിച്ചു കൂട്ടുന്ന, അല്ലെങ്കിൽ ജെൻസി മാത്രമൊന്നുമല്ല. നേരത്തെ ഞാൻ ആദ്യമേ കാണിച്ച ഗുരുവായൂരിലിരിക്കുന്ന ആ ചേച്ചി, എനിക്കൊന്ന് അത്യാവശ്യം പ്രായമുണ്ടെന്നാണ് തോന്നുന്നത്. ജെൻസിയെ മാത്രം കുറ്റം പറയുമൊന്നുമല്ല. പക്ഷേ ഈ നമ്മൾ മുന്നോട്ട് നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വേണ്ടാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാലത്തിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ. പക്ഷെ ഒരു ലിമിറ്റ് വെച്ചില്ലെങ്കിൽ എവിടെ ചെന്ന് നിൽക്കുമെന്നും പറയാൻ പറ്റില്ല. പിടികിട്ടിയോ? ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ആ പ്രൊട്ടസ്റ്റ്, ഇവിടെ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനെ അവിടെ കിടന്ന് അടിമേടിക്കത്തില്ല. മേടിക്കുമോ? ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധി ഓടിച്ചെന്നങ്ങോട്ട് രാഹുൽ ഗാന്ധി എന്തിന് പോയി? പോലീസുകാരുടെ 2 ഇടിയൊക്കെ മേടിച്ച് പോയി. പിന്നെ ആ പരിസരത്തില്ല. ആരെ കാണിക്കാൻ? അല്ല, എനിക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതൊക്കെ നാളെ രാവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ വരുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലെ കുറച്ച് ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾ കേൾക്കണം. തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. അടുത്തൊരു വീഡിയോ നിങ്ങൾ കണ്ടോണേ. അൺമാരിഡ് കപ്പിൾസ് അലൗഡ് ആണോ? ഇനി ആ ചോദ്യം വേണ്ട. അൺമാരിഡ് ആയിക്കോട്ടെ, മാരിഡ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. 2 hours ജസ്റ്റ് 499 ഇനി AC ആണെങ്കിൽ 599. അത്യാവശ്യം പ്രൈവസി പ്ലസ് നീറ്റ് ആൻഡ് ക്ലീൻ റൂംസ്, അതുപോലെ തന്നെ നല്ല പാർക്കിംഗ് സ്പേസും ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ലൊക്കേഷൻ വരുന്നത്, ലൊക്കേഷനൊക്കെ എവിടെയെങ്കിലും ആയിക്കോട്ടെ. ഈ അൺമാരിഡ് കപ്പിൾസിന് 2 മണിക്കൂറത്തേക്ക് എന്തിനാ മോളെ? അല്ല 4 മണിക്കൂറത്തേക്ക് എന്തിനാ? ഒരു ദിവസം മൊത്തം എടുക്കുന്നത് ഓക്കെ, മനസ്സിലാക്കാൻ. എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേക്ക് അവിടെ താമസിച്ച് പോകുന്നവരും ഈ 2 മണിക്കൂറത്തേക്ക് 4 മണിക്കൂറത്തേക്ക് നിങ്ങൾ എന്താ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താ വാട്ട് യു ആർ ട്രൈയിങ് ടു പ്രൊമോട്ട്? ആ ഹോട്ടലിനെ പ്രൊമോട്ട് ചെയ്യാനോ? അതോ ആ ഹോട്ടലിൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സോക്കേട് തീർക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. 2 മണിക്കൂറത്തേക്ക് ഇവിടെ റൂമുണ്ടേ, വന്ന് പരിപാടി നടത്തിയിട്ട് പോകും. പച്ചക്കങ്ങ് പറഞ്ഞു കളാ. അത് നല്ലത്. ഇങ്ങനെ മറ്റേ വലിയ ഇത് പിടിച്ച് കാണിക്കണ്ട. അല്ല, പറഞ്ഞു പോകുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാര്യം. 2 മണിക്കൂറത്തേക്ക് 4 മണിക്കൂറത്തേക്ക് ഇത് എങ്ങോട്ടാണ് ഈ പോണത്? നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ലേ? താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, ഒന്ന് പറയുക. ഈ പ്രൊമോഷൻ പരിപാടികൾ നല്ലതാണ് പരിധിവരെ. ഇതൊക്കെ കുറച്ചങ്ങ് കടന്നു പോകുന്നില്ലേ? പണ്ട് ഈ വേശ്യാലയങ്ങൾ അറിയാലോ, ഇതിപ്പോൾ ആ പേരില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ വേറൊരു വേർഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊമോഷൻ്റെ പേരിൽ 2 മണിക്കൂർ വാ, കാര്യം നടത്ത്, ഓടിപ്പോ. എനിക്കിത് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്കോ? അടുത്തൊരു ക്ലിപ്പ്. റൂംസ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. ഈ കാണുന്ന ഒരു പ്രീമിയം AC റൂമിന് 2 hours വെറും 599 കൊടുക്കുന്നത്. 6 hours ആണ് നോക്കണമെങ്കിൽ 999 രൂപയും 1 day ആണ് നോക്കണമെങ്കിൽ 1500 രൂപയാണ് വരുന്നത്. കപ്പിൾസ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും നല്ല സേഫ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പ്രോപ്പർട്ടി ആണിത്. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കയറി കോൺടാക്ട് ചെയ്താൽ മതി. ബൈ. ആ നമ്പർ നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലേ? ആ നമ്പർ ഞാൻ തരുന്നില്ലേ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ആണും പെണ്ണും അങ്ങ് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോവാണോ? അല്ല, വീഡിയോ കണ്ടല്ലോ നിങ്ങൾ. ആ പരിപാടിയോട് ഞാൻ യോജിക്കത്തില്ല. ആണും പെണ്ണും എന്തേലും കാണിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഈ 2 മണിക്കൂറത്തെയും 4 മണിക്കൂറത്തെയും പ്രൊമോഷൻ പരിപാടിയോട് അത് അവർ റൂം എടുത്തോട്ടെ. അവരെന്നിട്ട് 2 മണിക്കൂറോ 4 മണിക്കൂറോ കഴിഞ്ഞ് അവർ പൊക്കോട്ടെ. അതിങ്ങനെ വിളിച്ചു കൂവി അതിൻ്റെ ആവശ്യമുണ്ടോ? കാശ് കൊടുത്ത് അവരുടെ ആവശ്യമല്ലേ. അവരൊരു ദിവസത്തേക്ക് റൂം എടുത്തിട്ട് പോട്ടെ, പകുതി 2 മണിക്കൂർ 4 മണിക്കൂറും കഴിഞ്ഞെങ്കിൽ അവർ പൊക്കോട്ടെ. ഇത് ആൾക്കാരിലേക്ക്, പ്രത്യേകിച്ച് പാരൻസിലേക്ക് എത്തിക്കുക. അതെ, ഇവിടെ 2 മണിക്കൂറത്തെ 4 മണിക്കൂറത്തെ പരിപാടി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ മക്കളൊക്കെ ചിലപ്പോൾ ഇവിടെ വന്ന് പോകുന്നുണ്ടായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആ സാധനം ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ. എന്തുവാ നടക്കുന്നേ?
അല്ല ഇതൊക്കെ പാരൻസ് അറിഞ്ഞിട്ട് അവർക്കും എല്ലാം ചെയ്യാൻ പറ്റുമോ? വീട്ടിൽ ഇരുന്ന് തീ തിന്നാം. അയ്യോ ഇല്ലേ, സത്യമായിട്ട് തീ തിന്നത്തില്ലേ? ഇങ്ങനത്തെ പ്രൊമോഷൻസ് ഒക്കെ വരുന്ന ഇൻസ്റ്റയിൽ. ഹോട്ടലിലൊക്കെ 2-4 മണിക്കൂറിൽ റൂം. എൻ്റെ മോൾ അല്ലെങ്കിൽ എൻ്റെ മോൻ ആരെയും കൊണ്ടെങ്കിലും അവിടെ പോയി എന്തുവാ രാവിലെ കോളേജിൽ പോവുക, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ടും വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കത്തെ 2 മണിക്കൂർ 4 മണിക്കൂർ വീട്ടിൽ ഇരുന്ന് അവരെ ആദ്യം പിടിക്കണം. മനസ്സിലായോ? ആദ്യം പിടിക്കണം ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ കണ്ടിട്ട് അല്ലേ? ആദ്യം പിടിക്കില്ലേ? ഏതൊരു പെൺകുട്ടിയുടെ ആണെങ്കിലും ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കൊന്നും ആദ്യം പിടിക്കത്തില്ലേ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടെ കാണുമ്പോഴത്തേക്ക് പോകുന്നുണ്ട്. ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് റൂം എടുക്കുന്നു, പോകുന്നു. അറ്റ്ലീസ്റ്റ് ഈ 2 മണിക്കൂറത്തെ 4 മണിക്കൂറത്തെ പരിപാടി ഇതിങ്ങനെ വിളംബരം ചെയ്യാതെ, ഇത് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അന്ന് രാത്രി വന്നില്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് തപ്പാം, അന്വേഷിക്കാം. പിടികിട്ടിയോ, എൻ്റെ മോക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മോളെ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ, പറ്റിച്ചെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് വേറെ ലെവല്. 2 മണിക്കൂർ 4 മണിക്കൂർ കാര്യം കഴിയുക പോവുക. സൂപ്പർ. നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. കാശ് മേടിച്ച് തന്നെ ഇതിനെയൊക്കെ ഹെവി ആയിട്ട് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. ഗുരുവായൂർ അമ്പലങ്ങളുടെ പരിസരത്തോ പള്ളികളുടെ പരിസരത്തോ അല്ലെങ്കിൽ അതിനൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ചെസ്സ് കളിക്കാൻ വേണ്ടി ഇറക്കരുത്. നല്ല തെറി കേൾക്കും, ക്വാളിറ്റി ചില സമയത്ത് വിട്ടുപോകും. എന്താണെങ്കിലും ഈ വിഷയത്തിൽ മറുനാടൻ മലയാളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സാജൻ സ്കറിയ. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഇനി അതൊന്ന് കേൾക്ക്. നമസ്കാരം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ പോലീസുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി ലോഡ്ജുകളിൽ റെയ്ഡ് നടത്തുന്നതായിരുന്നു. ലോഡ്ജുകളിലും ഹോട്ടലുകളിലുമൊക്കെ ഇവർ റെയ്ഡ് നടത്തും. അവിടെ നിന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടികൂടും. ഇവരുടെ ചിത്രങ്ങളെടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കും. ഇവരെ നാണം കെടുത്തി കോടതിയിലേക്ക് കൊണ്ടുപോയി പലപ്പോഴും റിമാൻഡ് ചെയ്യും. പിന്നീട് സുപ്രീം കോടതി ഇടപെടൽ നടത്തി അപരിഷ്കൃതമായ ആ നിയമം റദ്ദാക്കിക്കൊണ്ട് പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും അവരുടെ സമ്മതപ്രകാരം സ്വന്തമായി ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഹോട്ടലുകളിലും ലോഡ്ജുകളിലുമുള്ള റെയ്ഡുകൾ അവസാനിച്ചു. എന്നാൽ ഇപ്പോഴും ലഹരി അടക്കമുള്ള ഇടപാടുകളുടെ പേരിൽ റെയ്ഡ് നടത്താൻ അവകാശം പോലീസിന് ബാക്കിയുണ്ട്. പക്ഷെ വളരെ കരുതലോടെ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അത്തരത്തിൽ ലഹരിയോ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവോ ലഭിച്ചില്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരാളുടെ സ്വകാര്യതയിൽ കടന്നു കയറി എന്നതിൻ്റെ പേരിൽ പോലീസിനെ കേസും പുക്കാറുമായി നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുമുള്ള റെയ്ഡുകൾ ഇപ്പോൾ ഇല്ലാതായി. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി നിസ്സാരമല്ല. റെയ്ഡുകൾ നടത്തണമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പ്രായപൂർത്തിയായവർ പരസ്പര സമ്മതത്തോടെ കഴിയട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ലൈംഗിക അരാജകത്വം അടക്കി വാഴാൻ ഇത് കാരണമായി. ഗുരുവായൂർ പോലെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയ ഇടങ്ങളിലെല്ലാം ലോഡ്ജുകളിൽ തിരക്ക് കൂടി. ഭഗവാനെ തൊഴാനാണ് എന്ന വ്യാജേനെ യുവതീ യുവാക്കൾ കൂട്ടത്തോടുകൂടി വന്ന് ഇവിടെ മുറിയെടുത്ത് താമസിക്കുന്നത് ശീലമാക്കി. അതിനിടയിൽ എയർബിഎൻബി പോലുള്ള മുറികൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഓൺലൈൻ കമ്പനികൾ കൂടി ശക്തി പ്രാപിച്ചതോടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം തിരക്കുള്ള ഒരു മേഖലയായി ഇത് മാറി. കോളേജിൽ പഠിക്കുന്ന കുട്ടികളടക്കം പലരും വീട്ടുകാരെ കബളിപ്പിച്ച് ഇത്തരം ഹോട്ടലുകളിലേക്കും ലോഡ്ജുകളിലേക്കും താമസിക്കാൻ പോകാൻ തുടങ്ങി. പതിയെ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ ലൈംഗിക താല്പര്യത്തോടെ 1-2 മണിക്കൂർ മാത്രം താമസിക്കാനുള്ള സൗകര്യമൊരുക്കുന്ന തരത്തിൽ മുറികൾ ഒരുക്കി കൊടുക്കുന്നത് ഇവർ പതിവാക്കി. നാടിൻ്റെ നാനാഭാഗത്തും ഇങ്ങനെ മണിക്കൂറുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സമ്പ്രദായം ആരംഭിച്ചിരിക്കുന്നു. പണ്ടൊക്കെ ഒരു മുറി വാടകയ്ക്കെടുത്താൽ 1 ദിവസത്തെ വാടക കൊടുക്കണമായിരുന്നു. 1 ദിവസത്തേക്ക് മാത്രമായിരുന്നു ബുക്കിംഗ് എങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. 1 മണിക്കൂറിനും 2 മണിക്കൂറിനും 3 മണിക്കൂറിനുമൊക്കെ ഇപ്പോൾ മുറികൾ വാടകയ്ക്ക് കിട്ടും. അതായത് ഒരു പെൺകുട്ടിയുമായ ഒരു യുവാവിനെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ പോയി 1 മണിക്കൂർ താമസിച്ചിട്ട് പോകാൻ പോലും സൗകര്യമുണ്ട്. 1 മണിക്കൂറിനും 3 മണിക്കൂറിനും 5 മണിക്കൂറിനും 6 മണിക്കൂറിനുമൊക്കെ വ്യത്യസ്തമായ റേറ്റുകൾ. അങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഊരുറപ്പിച്ച് വീടിന് പുറത്തേക്ക് വിടാൻ പോലും കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു. ഇത്തരം മാഫിയ സംഘങ്ങൾ ലഹരി കച്ചവടക്കാരുടെ ഇടനിലക്കാർ കൂടിയായതോടെ നമ്മുടെ നാട്ടിൽ അരാജകത്വം അരങ്ങുവാഴുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം ഇപ്പോൾ കാണുന്ന പരസ്യങ്ങളിലൊന്ന് 1-2 മണിക്കൂറിന് നിങ്ങൾക്ക് മുറി വാടകയ്ക്ക് കിട്ടുന്ന ഇടങ്ങളെക്കുറിച്ചാണ്. യാദൃച്ഛികമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പരസ്യം ഞെട്ടലോടുകൂടിയാണ് ഞാൻ കണ്ടത്. അതിലെ മുറി എവിടെയാണെന്നും അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഏതാണെന്നുമുള്ള ഭാഗം ഒഴിവാക്കി ഞാൻ മനസ്സോടെ പ്രേക്ഷകരെ കാണിക്കാം. നിങ്ങളുടെ പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ്സൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപ. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ കൊണ്ട് കളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഫുൾ ഡേറ്റ് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. ഇവിടെ റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. TV, വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ചെസ് കളിയെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്.
അത് ബോധപൂർവമാണ് എന്ന് വ്യക്തമാണ്. പിന്നീട് വ്യംഗ്യാർത്ഥത്തിൽ ആ പദം ചുരുക്കി ഉപയോഗിക്കുന്നു. പിന്നീട് അങ്ങോട്ട് മുഴുവൻ ചുരുക്കപ്രയോഗമാണുള്ളത്. അതായത് പച്ചയ്ക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ. എന്ന് വെച്ചാൽ യുവാക്കളെയും യുവതികളെയും ഒക്കെ നിങ്ങൾ ധൈര്യമായി ഇങ്ങോട്ട് പോരൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടെ നടക്കും, ഇവിടെ പ്രൈവസി ഉണ്ട്, ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാൻ യുവതികളെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ തുറന്നാൽ നിരവധിയായി കാണുന്നത് ഇത്തരം മാർക്കറ്റിങ്ങുകളാണ്. ഈ ഒരു ആത്മവിശ്വാസത്തിലാണ് പലപ്പോഴും പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അവർ അനുഭവിച്ച് മാത്രമേ മനസ്സിലാക്കൂ. ഇതൊരു മാഫിയ സംഘമായി വളർന്നു പന്തലിക്കുന്നു. ഇവർ വ്യംഗ്യാർത്ഥത്തിൽ പെൺകുട്ടികളെ ഇത്തരം മുറികളിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ ലൈംഗിക പീഡനങ്ങളും ലഹരി കച്ചവടം പോലും നടക്കുന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ഈ നാട്ടിലെ വീട്ടമ്മമാരുടെ മനസ്സ് കീഴടക്കിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വൃത്തികേടിനെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ ആരംഭിക്കണം. പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും ഒരുമിച്ച് താമസിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ ബഹുദൂരം പിന്നോട്ട് നയിക്കുന്ന മാഫിയ സംഘങ്ങളെ നിലയ്ക്ക് നിർത്താൻ, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാൻ, പെൺകുട്ടികളുടെ ജീവിതം വഴിതെറ്റിപ്പോവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഇവിടുത്തെ പുതുതലമുറയെ അങ്ങ് ഉദ്ധരിച്ചു കളയാമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, മക്കളെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പെൺമക്കളുടെ അച്ഛനമ്മമാർ കാണുന്നുണ്ടെങ്കിൽ മക്കളെ സൂക്ഷിക്കുക. പിന്നെ മക്കൾ ഓരോ ആളുകളുടെ കൂടെ ഈ 2-3 മണിക്കൂർ ഫ്രണ്ട്സ് ആയിരിക്കാം, ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ നാളെ എന്തൊക്കെയായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞ് ജ്യൂസിനകത്തൊക്കെ തരുന്നത് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെ കാണിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ബോയ് ഫ്രണ്ട്സ്, പണ്ടത്തെ നമ്മുടെയൊക്കെ അച്ഛനമ്മമാരുടെ കാലത്തൊക്കെ എന്താ പറയുക, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഓവറായി പോവും, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ വേറെ പരിപാടികൾ ഉണ്ടാവുന്നതൊക്കെ വളരെ കുറവ് കാണും. പണ്ട് അന്ധകാലം തൊട്ടുള്ളതാണ്, പക്ഷെ കമ്മിയാണ്. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് എണ്ണാൻ പറ്റത്തില്ല, അത്രയും കഴിഞ്ഞിട്ടായിരിക്കും ഒരു കല്യാണം നടക്കുന്നത്. അങ്ങനത്തെ ഒരു കാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിൽ നോക്കുമ്പോൾ തെറ്റ് തന്നെയാണ്, മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയും കൂടെ ഉണ്ടേ. പക്ഷെ ഒന്ന് ആലോചിക്കുക, എങ്ങോട്ടാണ് ഇതൊക്കെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഒറ്റ കാര്യം. ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിൽ, മനസ്സിലായില്ലേ, ഈ തെമ്മാടിത്തരങ്ങൾ കണ്ടാൽ നാട്ടുകാർ ഇടപെടുക. ചില ആളുകൾ വരും സദാചാരം മറ്റേ പരിപാടി എന്നും പറഞ്ഞ്. പക്ഷേ ഞാനൊരിക്കലും ഗുരുവായൂർ പോലുള്ള, ബാക്കി നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, എനിക്കൊന്നും പറയാനില്ല. അയ്യോ, അതൊക്കെ പേഴ്സണൽ ഇഷ്ടം. നമ്മളിനി അതിനകത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ അമ്മാവനാവും. പറയുന്നില്ല, ആയിക്കോ. പക്ഷേ ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഈ പരിപാടി നടക്കത്തില്ല. പ്രത്യേകിച്ച് ഈ ചെസ്സ് കളിക്കാൻ 2-3-4 മണിക്കൂർ റൂം കൊടുക്കുന്ന പരിപാടിയുടെ പ്രൊമോഷനും കൊണ്ട് ഇനി ഇറങ്ങുന്നത് തെമ്മാടിത്തരമാണ്. നാട്ടുകാർ കൈകാര്യം ചെയ്യും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.